ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് രാവിലെ തന്നെ നല്ലൊരു മഴയൊക്കെ ഉണ്ട്. ഒരുപാട് വെള്ളമുള്ള മഴയല്ല, എന്നാലും ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെയും നിൽക്കും, പിന്നെയും പെയ്യും. നല്ലൊരു കാലാവസ്ഥയും, എന്താ പറയുക, ഒരുപാട് ചൂടില്ല, വെയിലില്ല, എന്നാൽ അത്ര അങ്ങ് മഴ പെയ്യുന്നുമില്ല. അങ്ങനെയുള്ളൊരു കാലാവസ്ഥ, നല്ല അടിപൊളി. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇന്നലെ അരച്ച് വെച്ച ദോശൻ്റെ മാവുണ്ടായിരുന്നു, അപ്പോൾ അത് ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മ. പിന്നെ ഇതിന് സാമ്പാറില്ല കേട്ടോ. അധികവും സാമ്പാറുള്ള ദിവസമാണ് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് സാമ്പാറില്ല ശരിക്കും. പിന്നെ എന്താ, ചട്നിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ബാജിയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ദോശ കഴിക്കൽ. പിന്നെ രാവിലത്തെ നാസ്ത ഇത് പറഞ്ഞ പോലെ ദോശ ഇഡ്ഡലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് മെയിനായിട്ട് ഇറങ്ങാൻ. അതല്ലെങ്കിൽ തലേ രാത്രിക്കൊക്കെ എന്തായാലും നമ്മളത് ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് തന്നെ രാവിലെ വെച്ച് കഴിക്കലാണ്. ഒറോട്ടി, വാട്ടിപ്പത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ തലേ രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും രാവിലത്തേക്കും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രാവിലെ തന്നെ നാസ്ത എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയില്ല. അതൊക്കെ കറിയിലിട്ട് പതപ്പിച്ചിട്ട് കഴിക്കാമെന്ന് പറയും. അത് അടിപൊളിയാണ്, ഒറോട്ടിയൊക്കെ കറിയിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ദോശയും അതുപോലെ തന്നെ ബാജി കുറച്ച് ലൂസായി പോയി, ബാജിയും തേങ്ങാ ചട്നിയും. അങ്ങനെ പിന്നെ നാസ്തയൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ചോറാണ്. ഒരു ചമ്മന്തിയും മുളകിട്ടതും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. ഇനി പിന്നെ ചോറൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇനി അങ്ങോട്ടുള്ളത്. ബീറ്റ്റൂട്ട് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് പാല് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഇത് തനിയെ തന്നെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക, കുറച്ച് തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്തിട്ട്. പിന്നെ ഓട്സിൽ മിക്സ് ആക്കുമ്പം അതിനൊരു ടേസ്റ്റ് എക്സ്ട്രാ വരുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഓട്സ് ഇവിടെ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പാൽ അത്യാവശ്യം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണ്ടാന്നുള്ള ആൾക്കാർക്ക് ലാസ്റ്റ് തേന് ചേർത്ത് കൊടുക്കുക, ഇപ്പം അല്ല, എല്ലാം ആയതിനു ശേഷം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി. ഇനി ഈ ഓട്സ് ഒന്ന് ഈ പാലിൽ വെന്ത് വരണം. ഇത് നന്നായി വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ എല്ലാവരും ഓട്സൊക്കെ ഇങ്ങനെ സ്വീറ്റിൽ അല്ലെങ്കിൽ സ്പൈസിയിലൊക്കെ ഉണ്ടാക്കുന്നതല്ല. സ്പൈസി ഞാൻ ഇതിന് മുമ്പ് ഒരു മസാല ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വീറ്റും ഇടക്കിടക്ക് ഉണ്ടാക്കും. അപ്പം ഇതിങ്ങനെ എന്തായാലും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇതിൽ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളർഫുള്ളാവും, ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഓട്സ് ഇപ്പം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിലാവുമ്പം നല്ല തീയിലങ്ങ് വെന്തോളും. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിലേക്ക് മാറ്റി. പിന്നെ ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ബീറ്റ്റൂട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി അതൊക്കെ കൂടെ ഒന്ന് നന്നായി തിളച്ചിട്ട്, എന്താ പറയുക, എല്ലാം കൂടെ ഒന്ന് നന്നായി തിളച്ച് മിക്സായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരുപാട് അങ്ങനെ ബീറ്റ്റൂട്ടിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. വേവിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബീറ്റ്റൂട്ട്. പിന്നെ ഓട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അല്ലാണ്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, കുറച്ച് സമയം വേവിക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് കുടിക്കാനുള്ള ചൂടാവുമ്പം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് അങ്ങ് കുടിക്കാം. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അനാറൊക്കെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, കുട്ടികൾക്കും ഇഷ്ടമാവും, പിന്നെ നമുക്കും കുടിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ പിന്നെ ചായൻ്റെ സമയമായപ്പം ചായക്ക് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മുട്ട സ്റ്റഫാണ് ചെയ്യുന്നത്, സ്റ്റഫ്ഡ് എഗ്ഗ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് വലുതെടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് എഗ്ഗിലേക്കൊന്ന് സ്റ്റഫ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റഫ് ചെയ്ത എഗ്ഗ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്നില്ല, അതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യും. അപ്പോൾ ആ ബ്രെഡ് ക്രംസിലെടുത്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് കറുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ആണ് എടുത്തു വെച്ചത്. ഇനിയിപ്പോൾ എഗ്ഗിലേക്ക് സ്റ്റഫ് ചെയ്യാനായിട്ട് ചെറിയൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. വെളിച്ചെണ്ണനെക്കാട്ടിലും അതായിരിക്കും കൂടുതലും നല്ലത്. ഇനിയിപ്പോൾ ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓരോന്നും അതിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ, കരിയാപ്പില, മല്ലിയില, പിന്നെ അതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി, വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി അല്ലി അങ്ങ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതവിടെ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് മുട്ടൻ്റെ മഞ്ഞ ഒന്ന് മാറ്റി വെക്കണം. മുട്ടൻ്റെ വെള്ള പൊട്ടിപ്പോവാണ്ട്, കാരണം അത് സ്റ്റഫ് ചെയ്യാൻ എടുക്കണമല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോവാണ്ട് മഞ്ഞ മാത്രം എടുത്ത് പുറത്തേക്ക് വെക്കണം. അങ്ങനെ ഇപ്പം വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മസാല അത്യാവശ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മുട്ടൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ അങ്ങനെ മുട്ടൻ്റെ മഞ്ഞ ഭയങ്കര ഒരു മണമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറെ തന്നെ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു സ്റ്റഫിന്. അടിപൊളിയാണ് കേട്ടോ. മുട്ടൻ്റെ മഞ്ഞ ഇട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് നമ്മൾ എടുക്കുമ്പം കുറേ ആയി പോകണ്ട. ആ മഞ്ഞയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലയിലൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നമ്മുടെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റഫ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പം സ്റ്റഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം സ്റ്റഫ് ചെയ്യാം. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഹാഫ് പീസ് മുട്ട എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് കുറച്ച് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ട് വേറൊരു മുട്ടൻ്റെ പീസ് എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം. മുട്ട പോലെ തന്നെ ആക്കിയെടുക്കാം. എന്താ പറയുക, കുറച്ച് പൊങ്ങി കിടക്കും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഞാനങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട്. ഇർക്കിലോ ടൂത്ത് പിക്കോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതങ്ങ് കുത്തി കൊടുക്കാം. കാരണം എണ്ണയിലിടുമ്പം അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം എന്താ ചെയ്യുക, ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ബ്രെഡ് ക്രംസിലും കൂടെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പം റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും. പിന്നെ മസാല എന്ന് പറയുമ്പം മുട്ടൻ്റെ ആ ഒരു വല്ലാത്ത മണമൊന്നും ഇതിനില്ല. ഇതിപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടാണ് ചെയ്തത്. ഇതല്ലാണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മിൻസ് ചെയ്തിട്ട് അങ്ങനെയും ഒരു മസാല ഉണ്ടാക്കാം. അല്ലാണ്ട് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ചട്നി ഉണ്ടാക്കിയിട്ട്, അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെയെല്ലാം ഇപ്പോൾ അതാ മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കണം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തത്, അതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഇട്ട് പൊരിക്കുന്നത്. വലുതാകുമ്പോൾ 1-2 ഒക്കെ വെച്ചിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക. പിന്നെ ഇത് ഉള്ളു വേവാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഓൾറെഡി വെന്തിട്ടുള്ള എല്ലാം ആണല്ലോ നമ്മൾ ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. പിന്നെ മുട്ടൻ്റെ വെള്ള നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ചിലപ്പം മുട്ടൻ്റെ വെള്ള നെയ്യിലിട്ടാൽ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടൻ്റെ വെള്ള എന്തായാലും പുറത്ത് വരില്ലല്ലോ, ആ രീതിയിൽ പൊരിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്, പ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കാം. നല്ല ചൂട് ചായയും ഈ ഒരു മുട്ട ബജിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, വെറുതെ പറയുന്നതല്ല, എന്തായാലും ടേസ്റ്റാണ്. അങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങളെന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്കിനിയും കാണാം, കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ട് നമുക്കിനിയും കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെയും മെയിലിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ എന്നെ അറിയിക്കുക. അപ്പം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.